കുട്ടീശ്വരത്തിന് കയ്യും കാലും വെച്ച സന്തതിയാ അത്. ഒത്തിരി തീ തീറ്റിച്ച വിത്താ അത്. നീ ഒന്ന് പോകുന്നുണ്ട് അവിടുന്ന്. ഓരോ സംശയങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. ഗർഭിണിയായ ഒരു പെണ്ണെ കൊന്നതിന്റെ പാപം പേറി ഈ ജന്മം മുഴുവൻ ഞാൻ അലയാനോ? ഈ ഫോട്ടോ അച്ചായൻ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? ഇത് ഞാനല്ല സൂക്ഷിച്ചു വെച്ചിരുന്നത്. കരക സാറിന്റെ മോള് ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്നോ? ഈ ഫോട്ടോ എന്തിനാ ക്ലാര സൂക്ഷിക്കുന്നേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഈ ഫോട്ടോ എങ്ങനെ ക്ലാരയുടെ റൂമിൽ വന്നു? എന്തോ ഒരു ചുറ്റിക്കളി ഇതിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം തീർച്ചയാ. ഈ ഫിലിപ്പോസ് അത് കണ്ടുപിടിക്കും, നീ നോക്കിക്കോ. അച്ചായൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോന്നേ? ആ കൊച്ചിനെ ഗിരി കൊന്നിരിക്കുക. അയാള് പോലീസിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതിനിടയിൽ അച്ചായൻ ഈ ഫോട്ടോയും പൊക്കി പിടിച്ച് ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ നടന്നാലേ ഒടുക്കം വേലി കിടന്ന പാമ്പിനെ എടുത്ത് മടി വെച്ച മാതിരിയാവും. അതങ്ങ് തിരികെ കൊടുത്തേര്. ഇല്ലടി, ഇതങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും സംതിങ് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഈ വിവരം പുറത്താരെങ്കിലും അറിയാലോ, മിണ്ടി പോയേക്കരുത്. ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. പറയാതിരുന്നാ നിനക്ക് കൊള്ളാം. ഒടുക്കം പോലീസ് തിരക്കി വരാതിരുന്നാ മതി. ആഹാ, 2-3 ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇതുവരെ? പിടിപ്പത് ജോലിയാ. മദർ ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക അവിടെ. മദറിന് പകരം വേറെ ആള് വന്നില്ലേ ഫിലിപ്പോസേ? ഓ, ഒരു സിസ്റ്റർ ആഗ്നസ്. പുള്ളിക്കാരിക്കാണെങ്കിൽ കൊടക്കാരേതെന്ന് അറിഞ്ഞൂടാത്ത മട്ടില്ല. അതുകൊണ്ട് ജോലി മൊത്തം ഈ ഉള്ളവന്റെ തോളയില. സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. സാമൂഹ്യ സേവനാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ എന്റെ ഫിലിപ്പോസേ. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരും. ശരിയാ മോളി ചേച്ചി, സകലത്തിലൂടെ നന്മ ചെയ്യാനാവൂ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ലേ ക്രിസ്തുദേവൻ കുരിശിലേറിയത്. ആ, ഈ ഉള്ളവന്റെ കഷ്ടപ്പാട് ഉടയതമ്പുരാൻ കാണുന്നുണ്ടായിരിക്കും. താരക്കുഞ്ഞ് വന്നതിന് ശേഷം ചെടികൾക്കൊക്കെ വീണ്ടും ജീവൻ വെച്ച പോലെ അല്ലേ മോളി ചേച്ചി? അവള് പോയത് പിന്നെ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. താരക്കുഞ്ഞ് തിരിച്ചു വന്നതിൽ ചെടികൾക്ക് മാത്രമല്ല, മോളി ചേച്ചിക്കും ചില ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. മുഖം കണ്ടാൽ അറിയാം. പക്ഷേ ജോലി ഭാരം കൂടിയതിന്റെ ഒരു വാട്ട മുഖത്തുണ്ട് കേട്ടോ. ഓ, എന്ത് ജോലി ഭാരാ ഫിലിപ്പോസേ. ക്ലാരയും കൂട്ടി ഇവിടെ ആകെ 3 പേരല്ലേ ഉള്ളൂ. 3 പേരോ? അപ്പൊ ആ കൊച്ചോ? അത് കുഞ്ഞല്ലേ? നല്ല കുഞ്ഞ്. 10 കടാതടിയന്മാരെ മേയ്ക്കുന്നതിന് സമമാ അതിന്റെ കാര്യം. കുട്ടീശ്വരത്തിന് കയ്യും കാലും വെച്ച സന്തതിയാ അത്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. പാവം കുട്ടിയാ. ഫിലിപ്പോസിന് എന്താ ആ കുഞ്ഞിനോട് ഇത്ര ദേഷ്യം? അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല മോളി ചേച്ചി. അവിടെ ആ അനാഥാലയത്തിൽ വെച്ച് എത്ര തവണ ഒളിച്ചോടിയ കൊച്ചാന്നറിയാമോ? ഒളിച്ചോടിയോ? ദിവസം വഴക്കുണ്ടാക്കും, എന്നിട്ടൊരൊറ്റ പോക്ക പിണങ്ങിപ്പോക്കെ. പിന്നെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കും. ഒത്തിരി തീ തീറ്റിച്ച വിത്താ അത്. എന്നിട്ടൊടുവിൽ ഇവിടെ തന്നെ വന്ന് പെട്ടല്ലോ എന്റെ കർത്താവേ. കുഞ്ഞുങ്ങളാവുമ്പോ കുറച്ച് കുസൃതികളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും ഫിലിപ്പോസേ. വളർന്നു വരുമ്പം അതൊക്കെ അങ്ങ് താനെ അങ്ങ് മാറിക്കോളും. ഫിലിപ്പോസിനെ ആ ഭാഗ്യം ഉണ്ടാകാത്തതിന്റെ രഹസ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങളോട് അല്പം കരുണയും സ്നേഹവും ഒക്കെ കാണിക്കണ്ടേ ഫിലിപ്പോസേ? ദൈവം പ്രസാദിക്കും. കുഞ്ഞുങ്ങള് ദൈവത്തെ പോലെയാ, അത് മറക്കരുത്. കൊക്കിന് വെച്ചത് നത്തിന് കൊണ്ടെന്ന് പറഞ്ഞ മാതിരി ആയല്ലോ എന്റെ ദൈവം തമ്പുരാനെ. നീ എന്താടാ ചിന്തിക്കുന്നത്? ഏയ്, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മോളി ചേച്ചി. ക്ലാര കുഞ്ഞില്ലേ ഇവിടെ? അവളേതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ. അയ്യോ, സ്നേഹമോക്കുള്ള പാല് തിളപ്പിച്ചില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഓ, നമ്മുടെ ശ്യാം സാർ ഇപ്പൊ ഇവിടെ വരാറുണ്ടോ? ആ, ഇന്നലെയും വന്നായിരുന്നല്ലോ. എന്താടാ? അല്ല, ഗിരിക്കുഞ്ഞിനെ ശിക്ഷിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. റിമാൻഡ് ചെയ്തിരിക്കല്ലേ? 14 ദിവസം കഴിഞ്ഞിട്ടല്ലേ കോടതിയിൽ വരത്തുള്ളൂ. അപ്പൊ ഗിരിക്കുഞ്ഞ് വിചാരണ തടവില? അല്ല, ഈ കൊല്ലപ്പെട്ട രേണുകയെ മോളി ചേച്ചി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഫിലിപ്പോസേ. ഗിരി ആ കൊല ചെയ്തത് നമ്മുടെ ശ്യാം സാറിന്റെ അറിവോട് കൂടിയാണെന്ന എന്റെ സംശയം. നീ ഒന്ന് പോകുന്നുണ്ട് അവിടുന്ന്. ഓരോ സംശയങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. കർത്താവേ, സത്യം എന്തെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ. ഏതായാലും ഇതിപ്പോ മോളി ചേച്ചിയെ കാണിച്ചാൽ ശരിയാകില്ല.
സന്ദർഭം പോലെ കാണിക്കുന്നത് ആ ബുദ്ധി. ഈ തൊണ്ടി വെച്ച് ഞാനൊരു കസറും. മോളി ചേച്ചി, ഞാൻ ഇറങ്ങിയാണ്. വല്ലതും കഴിച്ചിട്ട് പോവാടാ. വേണ്ട, പോയിട്ട് ഇച്ചിരി അത്യാവശ്യമുണ്ട്. നീ ഇവിടെ വരരുതായിരുന്നു ശാലു. എന്തിനായിരുന്നു ഗിരിയേട്ട ഇങ്ങനെ? ശാലു പൊക്കോളൂ. ഗിരിയേട്ടൻ ശ്യാമേട്ട് പറയുന്ന പോലെ അനുസരിക്കണം, കുറ്റം നിഷേധിക്കണം. ഇല്ല ശാലു, ഈ കാര്യത്തിൽ ശ്യാമേട്ടനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. നമ്മുടെ മോനെ ഓർത്തെങ്കിലും ഗിരിയേട്ടൻ ഈ വാശി ഉപേക്ഷിക്കണം. ഞങ്ങൾക്ക് ഗിരിയേട്ടനെ വേണം. കുറ്റം നിഷേധിച്ച ഗിരിയേട്ടനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ശ്യാമേട്ടന് തരകനങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് എന്തിനാ ശാലു ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊന്നതിന്റെ പാപം പേറി ഈ ജന്മം മുഴുവൻ ഞാൻ അലയാനോ? അതിലും എത്ര ഭേദം ഇത്. ഗിരിയേട്ടനൊന്നും മനഃപൂർവ്വം ചെയ്തല്ലോ. അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ? ആർക്കങ്ങനെ സംഭവിച്ചുകൂടാത്തത്? ഇല്ല ശാലു, അതിനെ ഒരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് മാത്രം കാണാൻ എനിക്ക് കഴിയില്ല. പിന്നെ മർഡർ, അതൊരു മർഡർ തന്നെയായിരുന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഗിരിയേട്ടൻ വെറുതെ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയ. ഗിരിയേട്ടൻ ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് ഒരാളെ പോലും നോവിക്കാൻ എന്റെ ഗിരിയേട്ടനാവില്ല. എന്തോ നാടോ ഇത്ര അടക്കം പറച്ചില്? അത് നിന്റെ പെണ്ണുമുള്ള തന്നെയാണോ അതോ? അല്ല, കൊറേ നേരമായി, അതുകൊണ്ടാ. ഇതുകൊണ്ടാ ശാലു നിന്നോട് ഇങ്ങോട്ട് വരരുതായിരുന്നു ഞാൻ പറഞ്ഞത്. ഒക്കെ ഗിരിയേട്ടനായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ? ഒരു നിമിഷം ഞങ്ങളെ ആരെങ്കിലും കുറിച്ച് ചിന്തിച്ചോ? ഗിരിയേട്ടൻ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോ ഞങ്ങൾ അവിടെ. ഇനി വൈകിട്ടില്ല ഗിരിയേട്ട. ദയവ് ചെയ്ത് ഗിരിയേട്ടൻ ശ്യാമേട്ട് പറയുന്ന പോലെ കേൾക്കണം. പ്ലീസ് ശാലു, നീ അത് മാത്രം എന്നോട് പറയരുത്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ജീവിതകാലം മുഴുവൻ ഈ ഇരുട്ടറിയിൽ കിടന്ന് നരകിച്ചോളാനോ? ഭർത്താവ് ജീവിച്ചിരിക്കെ ഒരു വിധവയായി ഞാൻ കഴിഞ്ഞോളാമെന്നോ? നമ്മുടെ മകനെ ഒരു തടവ് പള്ളിയുടെ മകനായി വളർത്തിക്കൊള്ളാമെന്നോ? പറ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയേണ്ടത്? പറ ഗിരിയേട്ട. ശാലു, ഗിരിയേട്ടൻ ഞങ്ങളെയൊക്കെ മടുത്തെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാനും എന്റെ കുഞ്ഞു മാറി തരുമായിരുന്നല്ലോ. അതിന് ഇങ്ങനെ ഒരു വഴി കണ്ടെത്തിട്ട് കാര്യമില്ലായിരുന്നു. ആ മതി മതി, സമയം കഴിഞ്ഞു. തൽക്കാലം സസ്പെൻസ് ഇട്ട് നിർത്ത്. ബാക്കി അടുത്ത എപ്പിസോഡിലാകാം. സാരമില്ലടോ, ഇതൊക്കെ ആദ്യമേ ഉണ്ടാവൂ, പിന്നെ വരവ് പോലും ഉണ്ടാവില്ല. ഓർത്താൽ ഓർത്തെന്നായി, അത്രേ ഉള്ളൂ. ആന്റി, പുറകിന്നൊരു വിളി പോലെ കേട്ടല്ലോ. ആ, തോന്നിയതാകും. കാഞ്ചനാന്റി, ഞാനാണേ.
പാരായി വന്ന് കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് രാത്രി വന്ന് മോട്ടിച്ചോണ്ട് പോകും. അതാണല്ലോ ഇപ്പോഴത്തെ രീതി. ആന്റി എന്നെ സംശയിക്കരുത്. ആന്റിയാണ് എന്നാടാ നിന്റെ ആന്റി ആയത്? ദേ എന്നെ ആന്റിന്ന് വിളിച്ചാലോ കർത്താവേ, നീ ആരടാ? നിനക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട എന്റെ ആന്റി. ചേച്ചി, പോടാ പോടാ. ശ്യാം സാറിന്റെ വീട് ഇത് തന്നെയല്ലേ? ശ്യാം സാറിന്റെ വീടോ? ശ്യാമും കീമോ ഒന്നും ഇവിടെ ഇല്ല. ബുദ്ധൂസേ, ഇയാളാ ഞാൻ ചോദിച്ച ശ്യാം സാറ്. നീ എന്താ മറച്ചു വെച്ചിരിക്കുന്നെ? ഒന്ന് കൈയെടുത്തേ, ഒന്ന് കൈയെടുക്കണേ. അത് ഞാൻ കാണിച്ചില്ല. കാണട്ടെ, ഒന്ന് കൈയെടുക്കണേ, ഒന്ന് കൈയെടുക്കണേ, കാണട്ടെ. ഇപ്പൊ മനസ്സിലായ. കൊണ്ടാടാ, കൊണ്ടാ, കൊടടാ, ചേച്ചി, കൊടടാ. ചേച്ചി. എന്ത് കാഴ്ച കാണാനാടി നോക്കി നിൽക്കുന്നേ? എന്താടി നോക്കുന്നേ? കേറി പോടിയാത്തെ. പോടി. ഒരു കാഴ്ച കാണല്. ഡാ, ആ ഫോട്ടോ ഇങ്ങ് തന്നടാ, ഞാനൊന്ന് നോക്കട്ടെടാ. അത് വേണ്ട. ദേ നീ അകത്തോട്ട് വന്നേ, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. വാ വാ, അകത്തോട്ട് വാ. വയറ് വിശന്നാ പിന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. കഞ്ചനാമ ചേച്ചി എന്നെ നന്നായിട്ടൊന്ന് വട്ടം ചുറ്റിച്ച് കളഞ്ഞു. ദേ ഈ വെള്ളം കൂടി അങ്ങോട്ട് കുടിച്ചേ, അല്ലേലേ തൊള്ള പൊട്ടിപ്പോ. പറഞ്ഞു വരുമ്പോ ഞാനൊരു മാർത്തോമക്കാരൻ ക്രിസ്ത്യാനി തന്നെ എന്ന് വെച്ച് കഞ്ചന ചേച്ചി ഒരു ഉപകാരത്തിന് വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? എന്റെ പേര് നിനക്ക് ആര് പറഞ്ഞു തന്നടാ? ഈ വീട്ടിലെ എല്ലാരെയും എനിക്കറിയാം. ശ്യാം സാറ്, ശ്യാം സാറിന്റെ ഭാര്യ ഗംഗക്കുഞ്ഞ്, ഗിരിക്കുഞ്ഞ്, ഗിരിക്കുഞ്ഞിന്റെ ഭാര്യ ശാലിനി കുഞ്ഞ്, ഗാഥക്കുഞ്ഞ്, മരിച്ചുപോയ അപ്പുക്കുട്ടൻ സാറ്, പിന്നെ ഈ ഇരിക്കുന്ന സാക്ഷാൽ കഞ്ചനാമ്മ ചേച്ചി. ശരിയല്ലേ? നിനക്ക് നല്ല ലോകവിവരാണല്ലോടാ. ആട്ടെ, നീ എന്തിനാ ശ്യാമിനി തിരക്കി വന്നേ?